കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫീൽഡ് സന്ദർശനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി, കൺസൾട്ടിംഗ് ഏജൻസി ഉദ്യോഗസ്ഥർ, നിർവഹണ ഏജൻസി അധികൃതർ തുടങ്ങിയവരാണ് സ്ഥല സന്ദർശനത്തിനായി എത്തിയത്. ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന KRWSA വഴിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പാഴായി പോകുന്ന ജലവും ഉപയോഗിച്ച ജലവും സംഭരിക്കുകയും അവ ശുചീകരിച്ച് വീണ്ടും ഉപയോഗപ്രദമാക്കുവാനുമാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ പ്രാഥമിക ഘട്ട നടപടിയെന്നോണമാണ് ജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമടക്കം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഇതിനുവേണ്ട സഹായ നടപടികൾ നഗരസഭാ കൗൺസിൽ ചേർന്ന് നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി തീരുമാനമെടുക്കുമെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ ഫീൽഡ് വിസിറ്റാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഫീൽഡ് വിസിറ്റിനോടനുബന്ധിച്ച് അതിന്റെ ടെക്നീഷ്യന്മാരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സ്ഥലത്തിന്റെ പര്യാപ്തതയൊക്കെയായി ഇനി അതിന്റെ കൗൺസിൽ തീരുമാനം എടുത്തു കൊടുക്കേണ്ടതുണ്ട്. കൗൺസിൽ അടിയന്തരമായി ആ തീരുമാനം എടുത്തു കൊടുക്കാം എന്നുള്ള വിവരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആവശ്യമായ തീരുമാനം എടുത്തു കൊടുത്ത് മലിനജല പ്ലാന്റിന്റെ സംസ്കരണ പ്ലാന്റ് ഈ വർഷം തന്നെ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ആണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് നേരിടുന്ന ആശുപത്രിയിൽ പദ്ധതി നടപ്പിലാകുന്നതോടെ ജലക്ഷാമം പരിഹരിക്കപ്പെടും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 50 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് ഇപ്പം നമ്മുടെ ഇടുക്കി ആയുർവേദ ഹോസ്പിറ്റലിലും അതോടൊപ്പം കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലും നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ഹോസ്പിറ്റലും ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ട പരിപാടികൾ കഴിഞ്ഞിരുന്നു. ഇത് അവസാനഘട്ട പരിശോധനയാണ് നടന്നു വന്നത്. അത് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥന്മാർ തൃപ്തരാണ്. ആ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ബഹുമാനായ മന്ത്രി നേരിട്ട് ഇടപെട്ട് കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിനും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയും അതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിലെ മലിനജലം മുഴുവൻ ശുചീകരിച്ച് നമ്മുടെ ഇവിടെ കൃഷിക്കാവശ്യമായതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി, കൺസൾട്ടിംഗ് ഏജൻസിയായ CSIR ഉദ്യോഗസ്ഥർ, നിർവഹണ ഏജൻസിയായ KRWSA, ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ KJ ബെന്നി, കൗൺസിലർമാരായ ഷാജി കുത്തോടി, ലീലാമ ബേബി, ആശുപത്രി ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു.